നമസ്കാരം. ഗണപതിക്കൈ പഠിച്ച് അഭ്യസിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അടുത്ത പാഠം പഠിച്ച് പരിശീലിക്കേണ്ടത് തക്കിട്ട എന്ന് പറയുന്ന സാധകത്തിലാണ്. തക്കിട്ട പൊതുവേ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. തക്കിട്ട തരികിട എത്രത്തോളം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, എത്രത്തോളം സാധകം ചെയ്തിട്ടുണ്ട്, നമ്മുടെ പകുതി പഠനം അവിടെ കഴിഞ്ഞു എന്ന് നമ്മൾ പറയും. പക്ഷെ അത് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒന്നും പഠിക്കാൻ എളുപ്പമല്ല, പഠിക്കാൻ എല്ലാത്തിലും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു കലയെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ തക്കിട്ട എന്ന് പറയുന്ന സാധകം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ത എന്ന് പറയുന്ന അക്ഷരം ഇടത്തെ കൈയിലും കി ട എന്ന് പറയുന്ന അക്ഷരം വലത്തെ കൈയിലാണ് വരിക. അതായത് ത കി ട. ഈ കി ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കോലുള്ള കയ്യിലാണ് വരിക. നിങ്ങളിൽ ചിലവര് റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ത എന്ന് പറയുന്നത് കൈ പൊക്കി അടിക്കുകയാണ് നമ്മൾ ചെയ്യുക. ത. അത് ചിലവര് ചെയ്യുന്ന ഒരു കാര്യം, ഇങ്ങനെ കൊട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും. അത് ചെയ്യരുത്. കൊട്ടി കഴിഞ്ഞതിന് ത, ആ ശബ്ദം അവിടെ വരണം. പിന്നെ രണ്ടാമത്തെ തെറ്റ് കുറെ പേര് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉപയോഗിക്കും. ഈ കൈപ്പത്തി ഭാഗം ഉപയോഗിക്കരുത്. നിങ്ങൾ ഈ വിരലുകളുടെ ഭാഗമാണ് ഏറ്റവും കൂടുതലും നമ്മൾ ഇതിന് കൊട്ടി സാധകം ചെയ്ത് വരേണ്ടത്. അതായത് ത എന്ന് പറയുമ്പോൾ ത. പിന്നെ കി എന്ന് പറഞ്ഞത് കൈ ഉയർത്തി പുളിമുട്ടി കൊണ്ട് അടിച്ച് അകത്തേക്ക് കൈ മറയ്ക്കണം. നമ്മുടെ ഈ കുഴഭാഗം മറയ്ക്കണം. ത കി. അതേപോലെ തന്നെ ട. ട എന്ന് പറയുമ്പോൾ പുറത്തേക്ക് കൊട്ടുകയാണ് ചെയ്യുക. ആ പുറത്തേക്ക് കൊട്ടുന്നത് കനത്തിൽ കൊട്ടണം. നമ്മൾ വെറുതെ ത കി ട അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കൊട്ടുന്നത് എന്താണോ നിങ്ങൾ കൊട്ടുന്നത് അത് നല്ല കനത്തിൽ കൊട്ടുക. ത കി ട. ചിലര് ചെയ്യുന്ന ഒരു തെറ്റാണ്, നമ്മൾ ഇത് കൊട്ടുന്ന സമയത്ത് കൈ ഇങ്ങോട്ട് വീശു. ആ വീശ് വരാൻ പാടില്ല. ഇതിൽ നിങ്ങൾ കൈ ഉയർത്തി പിടിച്ച് കനത്തിൽ അടിച്ച് കൈ ഇങ്ങനെ മറയ്ക്കണം. അതേപോലെ തന്നെ കനത്തിൽ ട പുറത്തേക്ക് കൊടുക്കും വേണം. അപ്പൊ അത് ഒരാള് ധ്രുവന്ന് കൂട്ടും. ത. ആ ത എന്ന് പറയുന്ന അക്ഷരം നല്ല ആ കനത്തിൽ തന്നെ വരണം കേട്ടോ. ഇതാണ് ത എന്ന് പറയുന്ന അക്ഷരം. ഇനി കീ മാത്രം ഒന്ന് കാണിക്കൂ. അപ്പോ കൈ പൊക്കി അടിച്ച് അകത്തേക്കാണ് എടുക്കുക. ഈ കുഴഭാഗം മാത്രം നമ്മൾ എടുക്കണം. ഒന്നും കൂടി കീ. ഇനി ഇതേപോലെ തന്നെ ട പുറത്തേക്ക് കൊടുക്കൂ. ഇതാണ് ത കി ട എന്ന് പറയുന്ന സാധക പാടൊക്കെ. അപ്പൊ ഇത് മാത്രം ഒന്ന് കൂട്ടൂ. ത കി ട. ഈ തക്കിട്ട പല കാലങ്ങളിലായിട്ട് നമ്മൾ കൂട്ടും. അതായത് ആദ്യത്തെ നില കൂട്ടും, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാം കാലം, മൂന്ന്, അങ്ങനെ ഇരട്ടിയിൽ നമ്മൾ കൊട്ടി കൊട്ടി സാധകം ചെയ്യാറുണ്ട്. അതായത് ആദ്യത്തെ നില എന്ന് പറയുന്നത് ത കി ട. ഈ നില നമ്മൾ കുറെ കൊട്ടി സാധകം ചെയ്യാം. അത് കഴിഞ്ഞ് ഈ നില കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരട്ടിയായിട്ട് നമ്മൾ കൊട്ടിപ്പോവുക. അപ്പൊ ആ തക്കിട്ട എങ്ങനെയാണ് കൊട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പൊ ധ്രുവ് തക്കിട്ടയുടെ നില മാത്രം കൊട്ടുകയാണ് ചെയ്യുക. അമോഘ് അതില് ഇരട്ടി കൊട്ടി കയറും. അപ്പൊ അതെങ്ങനെയാണ് കൊട്ടുക എന്നുള്ളത് നമുക്ക്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംഗീതത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ആരോഹണം അവരോഹണം എന്ന് പറഞ്ഞ പോലെയാണ് സംഭവം. നമ്മൾ തക്കിട്ട നിലയിൽ നിന്ന് തുടങ്ങി ഓരോ പടികൾ പോലെ മേലോട്ട് കയറുക, എന്നിട്ട് താഴെ അതേപോലെ തന്നെ താഴെ തിരിച്ച് ആ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത ആള് ഇരട്ടി കൊട്ട് തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെയാണ് സാധകം എന്ന് പറയാം. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഈ നില നമ്മൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം. കാരണം ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ആ നില നമ്മളെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ആ നിലയുടെ കണക്ക് പ്രകാരം മാത്രമേ നമുക്ക് ഇരട്ടി കൊട്ടി പോകാൻ പറ്റുള്ളൂ. രണ്ടുപേരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ആ നില നിങ്ങളുടെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പൊ ധ്രുവ് ഇപ്പോ നില കൊട്ടുക, അമോഘ് ഇരട്ടി കുട്ടികളോ. ത കി ട. ഇരട്ടി കേട്ടാ.
അടുത്ത അടുത്ത താഴെ 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 കറക്റ്റ് കറക്റ്റ് താഴെ 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 ഇങ്ങനെയാണ് നമ്മൾ തക്കിട്ട കൊട്ടി സാധകം ചെയ്യേണ്ടത്. ഈ തക്കിട്ട നമ്മൾ എത്രത്തോളം സാധകം ചെയ്ത് നമ്മുടെ കൈയ്യ് മറച്ച് കൊട്ടി സാധകം ചെയ്യണോ അത്രത്തോളം ഗുണം നമുക്ക് മേളങ്ങളോ തായമ്പകളോ ഇതൊക്കെ കൊട്ടുമ്പോൾ നമുക്ക് ഗുണപ്പെടും. അപ്പോൾ ഇപ്പൊ ഞാൻ ഈ ചൊല്ലിയ നില എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു കാലത്തിലാണ്, അതായത് ത കീ ട അങ്ങനെ ആ ഒരു നിലയിൽ കയറി ഇരട്ടി കയറി താഴോട്ട് ഇറങ്ങി വന്ന് കുട്ടി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞതിന് ഈ നിലയുടെ കാലം തന്നെ കുറച്ച് മാറ്റും, അതായത് ത കീട്ട ത കീട്ട അങ്ങനെ ആ നില കുറച്ച് സ്പീഡ് അങ്ങോട്ട് കയറി വന്ന് അതിൽ നമ്മൾ ഇരട്ടി കുട്ടി സാധകം ചെയ്യണം, എങ്കിലേ നമ്മുടെ കൈ മറിഞ്ഞ് വരുള്ളൂ. അപ്പോൾ പൊതുവേ ചില വിദ്യാർത്ഥികളിൽ എങ്ങനെയാ വെച്ചാൽ ഈ തക്കിട്ട് ഓട്ടം ഭയങ്കര മടിയുള്ളവര് കുറെ പേര് കണ്ടിട്ടുണ്ട്. അത് ആ ഒരു മടി അവിടെ ഒഴിവാക്കി വരണം. കാരണം തക്കിട്ടയാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ തക്കിട്ടയാണ് നമ്മുടെ ഒരു ചെണ്ടവാദികലയിൽ നമ്മുടെ ജീവൻ. അത് എത്രത്തോളം നമ്മൾ കൊട്ടുന്നു അത്രത്തോളം കൈവഴക്ക് നമുക്കുണ്ടാവും, എത്രത്തോളം കൈവഴക്ക് നമുക്കുണ്ടാവണം അത്രത്തോളം കൊട്ടാൻ ഉപകാരപ്പെടും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തികളാണെങ്കിൽ കലാവാദ്യം അക്കാഡമി ഫോർ ആർട്സ് ആൻഡ് കൾച്ചേഴ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി കലാവാദ്യം അക്കാഡമിയിൽ വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. കലാവാദ്യത്തിന്റെ പുതിയ സംരംഭമായ കലാവാദ്യം ഗുരുകുലം ആരംഭിക്കുകയാണ്. എവിടെ ഇരുന്നു കൊണ്ടും ഏത് സമയത്തും നിങ്ങൾക്ക് ഇരുന്ന് നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.